ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായൊരു വാക്യം വായിക്കാം. യെശയ്യാവ് 41 അധ്യായം 10 വാക്യം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. യെശയ്യാവിൻ്റെ ഈ ശക്തമായ വാഗ്ദാനം ഇന്നും ആശ്വാസത്തിൻ്റെ ഒരു ഉറവിടമാണ്. കർത്താവ് നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലെന്നറിഞ്ഞുകൊണ്ട് അവനിൽ പൂർണ്ണമായും ആശ്രയിക്കാൻ ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പല കുടുംബങ്ങൾക്കും ഏകാന്തത ഒരു വലിയ പ്രശ്നമാണ്. ജോലി അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ കാരണം കുടുംബങ്ങൾ വേർപിരിയുന്നു. മാതാപിതാക്കൾ കുട്ടികളിൽ നിന്നും, ഭർത്താക്കന്മാർ ഭാര്യമാരിൽ നിന്നും, അനാഥർ സ്നേഹത്തിനായി കൊതിക്കുന്നു. മാതാപിതാക്കളെ നഷ്ടപ്പെടുന്നതിൻ്റെ ശൂന്യത അനുഭവിക്കുന്നു. ആളുകൾക്കിടയിൽ ജീവിക്കുന്നുണ്ടെങ്കിലും സ്നേഹിക്കപ്പെടുന്നില്ലെന്ന് തോന്നുന്ന മറ്റു ചിലരുണ്ട്. സിംഹക്കുഴിയിലെ ദാനിയേലിനെ പോലെ സ്നേഹത്തിനായി കൊതിച്ച് അവർ ഒറ്റപ്പെട്ടതായി തോന്നിയേക്കാം. എന്നാൽ സത്യം ഇതാണ്: നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ദൈവസാന്നിധ്യം പരാജയപ്പെടാത്തതാണ്. നമ്മുടെ ഹൃദയം തളരുമ്പോഴെല്ലാം ദൈവം നമ്മേക്കാൾ ഉയർന്ന ഒരു പാറയിലേക്ക് ഉയർത്തുന്നു എന്ന് സങ്കീർത്തനം 61 അധ്യായം 2 വാക്യത്തിൽ പറയപ്പെടുന്നു. നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുകയോ കൈവിടുകയോ ചെയ്യില്ലെന്ന് അവൻ വാഗ്ദാനം ചെയ്യുന്നു. അത് എബ്രായർ 13 അധ്യായം 5 വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു പിതാവ് സ്വന്തം മക്കളെ സ്നേഹിക്കുന്നത് പോലെ അവൻ തൻ്റെ മക്കളോട് സഹതപിക്കുന്നു എന്ന് സങ്കീർത്തനം 103 അധ്യായം 13 വാക്യത്തിലും കാണാം. ഏശാവിൽ നിന്ന് ഓടിപ്പോയ യാക്കോബിന് ഏകാന്തതയും ഭയവും തോന്നി. എന്നാൽ മരുഭൂമിയിൽ സ്വർഗത്തിലേക്കെത്തുന്ന ഒരു ഗോവേണിയുടെ ഒരു ദർശനം ദൈവം അവന് നൽകി. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും. ഇത് ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം 12 വാക്യത്തിൽ കാണപ്പെടുന്നു. ആ ദർശനം യാക്കോബിന്റെ ഭയം പൂർണ്ണമായും നീക്കം ചെയ്തു. കാരണം ദൈവം ഗോവേണിക്ക് മുകളിൽ നിന്ന് അവനോട് സംസാരിച്ചു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ദൈവം എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ എവിടെ പോയാലും അവന്റെ സാന്നിധ്യം നിങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. അവനിൽ വിശ്വസിച്ച് അവന്റെ സമാധാനത്തിൽ നടക്കുക. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 23 അധ്യായം 4 വാക്യം. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 1 ശമൂവേൽ 30-31 അധ്യായങ്ങൾ. വൈകുന്നേരം ലൂക്കോസ് 13 അധ്യായം 23 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.